സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, എൻ്റെ സ്വഭാവത്തെ പാതപീഠത്തിൽ വരുവാൻ ഒരവസരമുണ്ട് ദാനം ചെയ്തുകൊണ്ട് കൃപകൾക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേക ആയിരങ്ങൾക്ക് ലഭിക്കാത്തൊരു സന്ദർഭം അടിയങ്ങൾക്ക് ഒരുക്കിയവൻ കൃപയ്ക്കായിട്ട് നന്ദി കർത്താവേ. യേശുവിൻ്റെ മുഖമേറ്റുകൊണ്ട് യേശുവിനോട് പഠിപ്പാൻ കടന്നു വന്നിരിക്കുന്ന അടിയങ്ങളെ ഓരോരുത്തരെ അവിടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആത്മസ്വരൂപം ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. മാറ്റമില്ലാത്ത തിരുവചനം കർത്താവെ ഇവിടെ പ്രസ്താവിക്കുമ്പോൾ കർത്താവെ അവിടുന്ന് ഞങ്ങൾ ആ സത്യവചനം കേട്ട് ബലപ്പെടുവാൻ ഉള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഈ ആലയത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം. വചനം കേട്ട് ബലപ്പെടുവാൻ ഈ സത്യവചനം അനേക ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാലസിംഹങ്ങൾ വിരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലെന്ന വചനത്തിലുണ്ടല്ലോ കർത്താവെ. വചനപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന അടിയങ്ങളെല്ലാവരെയും തൃക്കരങ്ങൾ താഴ്ത്തുന്നു. അപ്പോൾ അവിടുത്തെ തിരി രക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പാപം എത്ര കടിഞ്ചൂപ്പുള്ളതായാലും ഹിമം പോലെ വെളുപ്പിപ്പാൻ കഴിവുള്ള പിതാവേ, ഞങ്ങളെ കഴുകി ശുദ്ധിയുള്ളവരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. കടന്നു വരേണ്ടവരെയൊക്കെ എത്രയും വേഗം ഒന്ന് കൂട്ടിവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുപ്പാ സ്തോത്രം. യേശുവിൻ്റെ രക്തം കാവലായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവെ കൂട്ടായ്മ ഈ ദേശത്തിന് കടന്നു വന്ന അടിയങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുപ്പാ സ്തോത്രം കർത്താവേ, സ്തോത്രം സ്തോത്രം കർത്താവേ. എൻ്റെ ദൈവമേ, മോനിച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനം പറയുവാൻ കർത്താവേ ക്രൂശിൻ്റെ മറവിൽ നിന്നുകൊണ്ട് കർത്താവേ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞങ്ങളോട് വചനം പറയുവാൻ ഇവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനിയൻ്റെയും കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും യേശുവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളൊക്കെ ആയിരിക്കുന്ന സ്ഥാനങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം കർത്താവേ. യേശുവപ്പ ആദിയോട് അന്ന് അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ. എല്ലാം ഞങ്ങൾക്കായി ജീവിതം യേശുവിൻ്റെ നാമത്തിൽ താഴ്മയായി യാചിക്കുന്നു, കേൾക്കണം നല്ല പിതാവേ. അതാണ് പ്രാർത്ഥനയായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പത്താമത്തെ പാട്ട്. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. എല്ലാവരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാവരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാം
കാണുന്നു ഞാൻ വിശ്വാസത്താ
എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നാവോ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നാവോ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു, അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു. കൂടെ വരുവാൻ കർത്തനുണ്ട്, കൂടെ വരുവാൻ കർത്തനുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു ഒന്നിച്ചു വന്മാതിൽ വീഴും കാൽച്ചുവട്ടിൽ, വന്മാതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. നാലു നാളായാലും നാറ്റം വാങ്ങിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. നാലു നാളായാലും നാറ്റം വാങ്ങിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവർത്തികൾ അഴിഞ്ഞിടും, സാത്താന്റെ പ്രവർത്തികൾ അഴിഞ്ഞിടും. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നാവോ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നാവോ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. 41 4:1. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോയുടെ
ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോയുടെ തലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. തന്റെ കരുണയത്രയോ അതിശയം സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണയത്രയോ അതിശയം സ്നേഹമാശ്ചര്യമേ. എല്ലംഘനങ്ങളും എന്നകത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. എല്ലംഘനങ്ങളും എന്നകത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. രോഗശയ്യയിൽ എനിക്കു സഹായകനായ കാലഗീതവുമാവൻ. രോഗശയ്യയിൽ എനിക്കു സഹായകനായ കാലഗീതവുമാവൻ. നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമേ ആത്മസഖിയുമാവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമേ ആത്മസഖിയുമാവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശം തന്നു. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശം തന്നു. എന്റെ അത്ഭുതം ശ്രീമന്തുവയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം കൊള്ളുന്നേ. എന്റെ അത്ഭുതം ശ്രീമന്തുവയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം കൊള്ളുന്നേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, ഇന്നും എന്നും
നല്ല കരങ്ങൾ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 57-ാം സങ്കീർത്തനം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അത് ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോഴും ഞാൻ നിന്റെ ചിറകിൽ ശരണം പ്രാപിക്കുന്നു. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. ദൈവം തന്റെ ദയയും വിശ്വസ്തയും വഹിക്കുന്നു. ദൈവമേ, നീ ആശ്രമീതെ വന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ. എന്റെ മനസ്സെ ഓർച്ചിരിക്കുന്നു. ദൈവമേ, എന്റെ മനസ്സെ ഓർച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. കർത്താവേ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. ദൈവമേ, നീ ആകാശമീതെ വന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ. ദൈവമേ, സ്തുതി നിനക്കുമാകുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ്ങിൽ ദാവീദ് പറയണം, നശിപ്പിക്കരുതേ എന്ന രാഗം. ദാവീദ് ശൗലിൻ്റെ മുമ്പിൽ നിന്ന് ഗുഹയിലേക്ക് ഓടിപ്പോയ കാലത്ത് ശമിച്ചു. ദാവീദും ദൈവത്തിൻ്റെ അഭിഷേകമുള്ള മനുഷ്യൻ, ശൗൽ രാജാവും ദൈവത്തിൻ്റെ അഭിഷേകമുള്ള മനുഷ്യൻ. ഇപ്പോൾ അഭിഷേകമുള്ളവർ തമ്മിലാണ് പ്രശ്നം. ദാവീദ് ഉയർന്നു വരുന്നത് ശൗൽ രാജാവിന് ഇഷ്ടമില്ല. ഈ ദാവീദിനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് പലപ്പോഴും ശൗൽ രാജാവ് ശ്രമിച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ എവിടെയാണ് കിടക്കുന്നതെന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ 4-ാം വാക്യത്തിൽ പറയുന്നത്, സിംഹങ്ങളുടെ ഇടയിലാണ്, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിലാണ് ഞാൻ കിടക്കുന്നത്. പല്ലുകളും കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിലാണ് ഞാൻ കിടക്കുന്നത്. അപ്പം അങ്ങനെ അദ്ദേഹം ഈ ആളുകൾ, അല്ലെങ്കിൽ ശൗലിൻ്റെ ആളുകൾ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവർ എൻ്റെ കാലടികൾക്കൊരു വല വിരിച്ചു, എൻ്റെ മനസ്സ് ഇടിഞ്ഞു. അപ്പം അഭിഷേകമുള്ള ദാവീദിൻ്റെയും മനസ്സ് ഇവിടെ ഇടിയുകയാണ്. പഴയ നിയമകാലത്ത് എത്രയും വലിയ അഭിഷേകത്തിൻ്റെ മനസ്സിടിഞ്ഞെങ്കിൽ നമ്മളെല്ലാവരും അഭിഷേകമുള്ളവരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ മനസ്സ് ഇടിയാനുള്ളതായ സാധ്യതകളൊക്കെയും ജീവിതത്തിൽ കടന്നു വരും. അപ്പം അങ്ങനെ മനസ്സിൽ അവർ എൻ്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു എന്നാണ്. കാരണം എന്താണോ അസൂയായിരിക്കും ഈ ദാവീദിനോട് ശൗലിന് അസൂയയായി. അപ്പം ആ സമയത്ത് എങ്ങനെയും ദാവീദ് ഇല്ലാതാകണം. അഭിഷേകത്തിൽ നിൽക്കുന്നത് ശൗലിന് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ സംഭവിച്ച ദുരന്തമൊക്കെ നമുക്കറിയാം. ദാവീദിൻ്റെ അവസ്ഥ അറിഞ്ഞ സ്വർഗത്തിലെ ദൈവം ശൗലിൻ്റെ ജീവിതത്തിൽ ആത്മഹത്യയിലൂടെയാണ് ശൗല് രാജാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കാരണവശാലും ആരുടെയും മനസ്സ് ഇടിയാൻ സമ്മതിക്കാതെ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങളുടെ വാക്കുകളൊക്കെ എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും കേൾക്കുന്നവർക്ക്
ആത്മീക വർധന വരുത്തുന്നതും ആയിരിക്കട്ടെ നാം. അങ്ങനെ മനസ്സിടിഞ്ഞതായ ദാവീദിൻ്റെ ജീവിതത്തിൽ ആ മനസ്സ് ഉറച്ചിരിക്കുന്ന 7-ാം വാക്യത്തിൽ പറയാം, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു ദൈവമേ, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. അപ്പം നമുക്ക് പാട്ടിനകത്ത് പറയാം, ഉറപ്പിക്കെന്നെ നാഥ നിറയ്ക്ക എന്ന ശുദ്ധാത്മാ. നമ്മൾ ഓരോ കൂട്ടായ്മയും കൂടുമ്പോഴും നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ, കർത്താവ് ആത്മാവിനെ അളവ് കൂടാതെ അയക്കുമ്പോൾ പ്രത്യാശ നമുക്ക് വർദ്ധിക്കുകയാണ്. ഇടിഞ്ഞ മനസ്സ് മാറുകയാണ്. ഇടിഞ്ഞ മനസ്സ് ഉറച്ച മനസ്സായി മാറുകയാണ്. പാടാനും പ്രാർത്ഥിക്കാനും പോലും ചില സമയത്ത് നിരാശയും ഭാരവും സങ്കടങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ദാവീദ് പറയാണ്, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും, ഞാൻ അതികാലത്തെ ഉണരും. അപ്പം അങ്ങനെ കർത്താവിന് സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്തപ്പോൾ കർത്താവ് ജീവിതത്തിൽ പ്രവർത്തിക്കുകയാണ്. 57-ാം സങ്കീർത്തനത്തിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്, അതേ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോൾ. അപ്പം ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് അനേക ആപത്തുകൾ, രോഗങ്ങൾ, പ്രയാസങ്ങളൊക്കെയും കടന്നു വരും. ആ സമയത്ത് ഇതെല്ലാം 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞിരിക്കും. അതുകൊണ്ട് 3-ാം വാക്യത്തിൽ, 2-ാം വാക്യത്തിൽ പറയുന്നത്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം. ആ വാക്യം നമ്മൾ പലപ്പോഴും അതിനെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാറുള്ളൊരു വാക്യമാണ്, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്നൊരു ദൈവം. അങ്ങനെ ഒരു ദൈവം നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മനസ്സിടിയുന്നതായ രോഗങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെയും കടന്നു വരുമ്പോൾ തന്നെ നമ്മുടെ കർത്താവ് ആത്മാവിനാൽ നമ്മളെ നിറച്ച് മനസ്സുറപ്പിച്ച് നമുക്ക് പാടാനും കീർത്തനം ചെയ്യുവാനും കർത്താവിനെ സ്തുതിക്കുവാനും ഒക്കെയും കർത്താവ് കൃപ തന്ന് ആപത്തുകൾ ഒഴിഞ്ഞു പോകും. നമ്മൾ നാടൻ ഭാഷയെ പോലെ കണ്ണെ കൊള്ളേണ്ടത് പുരികത്തെ കൊണ്ട് മാറിപ്പോയെന്ന് പറയാം. അപ്രകാരം നമ്മളെ കാത്തു പരിപാലിച്ച് യേശുവിൻ്റെ രക്തക്കോട്ടയിൽ പൊതിഞ്ഞ് ദുഷ്ടൻ്റെ കയ്യിൽ അപ്പെടാതൊന്നും പിതാവാൻ ദൈവത്തോട് അപേക്ഷിക്കുന്ന നല്ലവനായ യേശു കർത്താവ് ഇന്നും നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിട്ടുള്ളതിനാൽ നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. സാലിച്ചേച്ചി കടന്നു വന്ന് പ്രാർത്ഥിക്കാം. ഇതൊരു പ്രാർത്ഥനാ വിഷയം. സാലിച്ചേച്ചി തന്നെ പറഞ്ഞത്, സാലിച്ചേച്ചിയുടെ മൂത്ത മകളുടെ മകള് 12 വയസ്സ് കൊണ്ടുണ്ട്. അവർക്ക് ഒരു കാലിന് സ്വല്പം നീളക്കുറവ് പോലെ തോന്നുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഓർത്തോ ഡോക്ടറെ കാണിച്ചപ്പോഴേക്ക് നട്ടലിന് വളവുണ്ടെന്നൊക്കെയാണ് ഓർത്തോ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നാളെ വേറൊരു ഡോക്ടറെ കാണാണ്ട് അവർ കളമശ്ശേരിക്ക് കടന്നു പോവുകയാണ്. ദൈവമക്കളുടെ പ്രാർത്ഥന, സഭയുടെ ശ്രദ്ധയോടെ പ്രാർത്ഥന, അവർ ഭയങ്കര വിശ്വാസത്തോടെ, നമുക്കറിയാം ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം തരുന്നൊരു നല്ല കർത്താവ്, പ്രവർത്തിക്കുന്നൊരു നല്ല കർത്താവ്. ആ സാരിച്ചേച്ചിയുടെ മൂത്ത മകൾ ടിനുവിൻ്റെ മകളെ സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ. മറ്റുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ മൂലമെൻ യാതന നൽകുമേൻ, യേശുവിൻ മൂലമെൻ ഒരു പ്രാർത്ഥനാ വിഷയം കൂടെ സൂസൻ പറഞ്ഞു. സൂസൻ്റെ മകന് ആൽബിന് മാൾട്ടയിലാണ്. അവന് വിസയ്ക്ക് ഒരു തടസ്സമുണ്ട്. അത് മാറേണ്ടതിന് പ്രാർത്ഥന ചോദിക്കുന്നു. ആൽബിനെ നമുക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാഥ സ്തുതിക്കുന്നപ്പാ. ക്രിസ്തുയേശുവിൽ കൂടി അടിയങ്ങളെ അളവില്ല സ്നേഹിക്കുന്ന അടിയങ്ങളെ സ്വർഗ്ഗസ്ഥപിതാവാം ദൈവമേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ സന്ധ്യായ സമയത്ത് കർത്താവെ, പല ദേശങ്ങളിലും പല ഭവനങ്ങളിലുമായിരുന്ന അടിയങ്ങൾക്ക് ഈ ആലയത്തിന്റെ തണലിന്റെ കീഴിലായിരിക്കാൻ കൊണ്ട് കർത്താവ് അടിയങ്ങൾക്ക് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി നിന്നോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥ, ഈ ആലയവും പരിസരേശ്വരന്റെ രക്തത്താൽ മുദ്രയിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദുഷ്ടനെടുക്കാ ശത്രുവടാതെ ആ രക്തക്കോട്ടയ്ക്കുള്ളിൽ ഭവനവും ആലയവും പരിസരവും അവിടുന്ന് കാത്തുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ യേശുവേ, ഇന്നത്തെ കാലം കർത്താവെ, അടിയങ്ങളെ വരാമാവുന്ന ആപത്തിൽ
നിന്നും രോഗത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നൊക്കെയും വിടുവിച്ച് ഒരു പ്രാവശ്യം കൂടി ആ പാദപീഠത്തിലേക്ക് കൂട്ടി വരുത്തിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്, സ്തുതിക്കുകയാണ് കർത്താവേ. ഒരു ചെറിയ കൂട്ടമായ പാദപീഠത്തിലേക്ക് അടിയങ്ങൾക്ക് കടന്നു വരുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിച്ച വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു നാഥ. പാടുവാനും പ്രാർത്ഥിക്കാനും തിരുവനും ധ്യാനിക്കാനും ഒക്കെ അടിയങ്ങൾക്ക് തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. 2 3 പേർ യേശുവിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ആ മധ്യത്തിൽ കടന്നു വന്ന് അനുഗ്രഹിക്കാവുന്ന വാക്ക് വന്ന കർത്താവ് ഇന്ന് അടിയങ്ങളുടെ മധ്യത്തിലും കടന്നു വന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്, സ്തുതിക്കുകയാണ് കർത്താവേ. കർത്താവേ, ഇതിനൊന്നും യോഗ്യതയില്ലായിരുന്ന അടിയങ്ങളെ കർത്താവ് അവിടുന്ന് വിളിച്ച് വേർതിരിച്ച് ആ പിതാവ് സൃഷ്ടിച്ച പുത്രന്റെ പാദപീഠത്തിൽ അടിയങ്ങളെ കൂട്ടി വരുത്തിയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. അവിടുത്തെ മക്കളും പ്രിയ മക്കളുമായി തീരുവാൻ കർത്താവ് അടിയങ്ങൾക്ക് തന്ന അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. യേശുവിനെ ഒരു പ്രാവശ്യം കൂടി ഉയർത്തുവാനും വചനത്തെ ഒന്നുകൂടി ഉറപ്പിക്കുവാനും തക്കവണ്ണം അടിയങ്ങളെ ഓരോ ദിവസവും ഓരോ ഞായറാഴ്ച ദിവസവും കടത്തിവിടുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു നാഥ. കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെ അവന്റെ പാദപീഠത്തിൽ അടിയൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ മക്കളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവരുടെ ആവശ്യഭാരങ്ങളിലൊക്കെ അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരത്തോടെ പ്രയാസത്തോടെ കടന്നു വന്നിരിക്കുന്നവർ അവിടുന്ന് ആശ്വാസം കൊടുത്ത് പറഞ്ഞയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വരാൻ സാധിക്കാഞ്ഞ മക്കളെയൊക്കെ ആയിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ കാര്യം കൂടെ ഇരുന്നു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നാദാടിയങ്ങൾക്ക് ഓരോരുത്തർക്കും വചനത്തിനായുള്ള ഒരു ദാഹം കൂടുതൽ തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പാപത്തിനായിട്ടുള്ള വിശപ്പല്ല നാഥ, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല കർത്താവേ. ആ വചനത്തിനുള്ള വിശപ്പും ദാഹവും അടിയങ്ങൾക്ക് തന്ന അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അടിയങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയങ്ങൾക്ക് കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട് കർത്താവേ. എങ്കിലും അടിയങ്ങളെ ഓരോ ദിവസവും അവിടുന്ന് കഴുകി ശുദ്ധീകരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവേ. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിനും ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാഹ രക്തത്തിനും അടുക്കലാണ് അടിയങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. അടിയങ്ങളെ ഓരോരുത്തരെയും ഒന്ന് കഴുകി ശുദ്ധീകരിക്കുമാറാകണമേ. കുറവുകളെ ബലഹീനതകളെ ഒക്കെ അവിടുന്ന് നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. നോട്ടത്തിലെ ചിന്തയിലെ പ്രവൃത്തിയിലൊക്കെ അടിയങ്ങൾ കുറവുള്ളവരാണെന്ന് സമ്മതിക്കുന്നപ്പ. അവിടുന്ന് ഓരോ പ്രാവശ്യം അടിയങ്ങളെ കഴുകി അടിയങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ കൂടി വരുമൊക്കെ അടിയങ്ങൾക്ക് ഓരോരുത്തർക്ക് അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വെറുതെ പോകുന്നവരായിട്ടല്ല കർത്താവേ. അനുഗ്രഹം പ്രാപിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ കടന്നു പോകുവാൻ തക്കോണം അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മുൻചായനെ കുടുംബമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞാനെ ഇത്രത്തോളം അവിടുന്ന് കരുതി വഴി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവേ. അതിൻ്റെയും കുഞ്ഞുങ്ങളെയും വിദ്യാനങ്ങളെയും യേശുവിൻ്റെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ കര അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ രക്തക്കോട്ടയ്ക്കുള്ളിൽ അവിടുന്ന് മറച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സർവ്വ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. ഭാരത്തോടെ പ്രയാസത്തോടെയുള്ള വിഷയങ്ങളൊക്കെ അപ്പോൾ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണപ്പാ. നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്ന് വാക്കുവെന്ന കർത്താവ്. അടിയങ്ങളെ ഓരോരുത്തരെയും ഭാരക്കെട്ടുകളെ അവിടുന്ന് തീർത്ത് തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല ചിന്താകുലങ്ങളെ എൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് അവിടുന്ന് വാക്ക് വന്നിട്ടുണ്ടല്ലോ കർത്താവേ. അടിയങ്ങളുടെ ഭാരങ്ങളെയും ചിന്തകളെയും ഒക്കെ അപ്പൻ്റെ വാദമെടുത്ത് സമർപ്പിക്കുന്നു കർത്താവേ. നിമിഷം അടിയൻ്റെ കുഞ്ഞിന് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അവിടുന്ന് കർത്താവിൻ്റെ കരം അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചല്ലോ നാഥ. നാളെ എൻ്റെ കുഞ്ഞുങ്ങൾ ആശുപത്രിയിലേക്ക് കടന്നു പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് കേൾപ്പാൻ തക്കോണം എൻ്റെ കർത്താവിൻ്റെ കരം അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ അടിപ്പിണരാലുള്ള സൗഖ്യം അവിടുന്ന് അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിശ്വസിച്ചാൽ അവിടുത്തെ മഹത്വം കാണുമെന്ന് കർത്താവേ. അടികൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അപ്പ. അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ കരങ്ങളിലേക്ക് എൻ്റെ കുഞ്ഞിനെ താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പ. അവിടുന്ന് അവർ കൂടെ പോകിലൊക്കെ എൻ്റെ യേശു കൂടെ പോകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് കൂടെ ഇരിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, സൂസൻ്റെ മോനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അവയുടെ തടസ്സം എൻ്റെ കർത്താവ് അവിടുന്ന് നീക്കി എത്രയും വേഗം എൻ്റെ കുഞ്ഞിന് അത് ലഭിപ്പാൻ തക്കോണ്ട് എൻ്റെ അപ്പച്ചനെ അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രവർത്തിയിൽ വലിയവനായിരിക്കുന്ന എൻ്റെ കർത്താവ് അവിടുന്ന് പ്രവർത്തിക്കുമെന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നപ്പ. എൻ്റെ കുഞ്ഞിന് വേണ്ടി അവിടുന്ന്
അവിടുന്ന് കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സന്തോഷത്തോടെ ആയിരിക്കാൻ എൻ്റെ മകനെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സമയം കർത്താവെ അനുവിനായി കുഞ്ഞുവിനായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവെ വിവാഹത്തിനായി ആഗ്രഹിക്കുന്നല്ലോ അപ്പാ. തക്കതായ തുണകളെ എൻ്റെ കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുതുന്നവൻ ഞാനല്ലയോ കരം കണ്ടാന്ന് വാക്ക് വന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന കർത്താവ് അവിടുന്ന് അടിയങ്ങൾക്ക് വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവേ സ്തോത്രം കർത്താവേ. അടിയങ്ങൾ അല്പസമയം കർത്താവേ വചനത്തിനായി ഇരിക്കുന്നപ്പാ. കർത്താവേ എൻ്റെ മകൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ ക്രൂശിൻ്റെ മറവിൽ മറച്ചു നിർത്തി അടിയങ്ങൾക്ക് വേണ്ടുന്ന വചനം തന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനത്തിൽ മറിഞ്ഞു കിടക്കുന്ന മർമ്മങ്ങളെ എൻ്റെ മകനെ കൂടി അടിയങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതൊക്കെ അടിയങ്ങളിൽ 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവിലുള്ള വിശ്വാസം കർത്താവേ അടിയങ്ങളിൽ കൂടുതലായി തന്നു കർത്താവേ. അത് അടിയങ്ങൾക്ക് അനുഗ്രഹമായി തീരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയൻ്റെ കുറവുകളോ ബലഹീനതകളോ ഇന്നത്തെ അനുഗ്രഹത്തിൽ തടസ്സമാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആദ്യോടെ അവസാനം അവിടുത്തെ കൃപ അടിയങ്ങളുടെ മേൽ വ്യാപരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആരാധിപ്പാനും വചനങ്ങളൊക്കെ ശ്രമിപ്പാനും തപ്പാണ് അടിയങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ ഓൺലൈൻ വഴിയായി വചനം ശ്രമിക്കുന്ന മക്കളെയൊക്കെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെ ആ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവിൻ്റെ അനുഗ്രഹം അവർക്ക് ഉണ്ടായിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ നന്മകളാലും കൃപകളാലും നിങ്ങളെ നിറയ്ക്കണം കർത്താവേ. അദ്ദേഹത്തോളം ക്രിസ്തുവാ നിറച്ച പാറമേൽ ആശ്രയം ചെയ്യുവാൻ അടിയങ്ങളെ ഓരോ കുടുംബത്തെയും സഹായിക്കുമാറാകണമെന്ന് അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നാലും മനുഷ്യന്റെ പാതപ്പെടുത്തി സമർപ്പിക്കുന്നു. കൃപയോട് ഉത്തരമരണമേ സ്വർഗ്ഗം. ആരാധനയ്ക്കായിട്ട് ഒരുങ്ങാം. മാതൃസ്തോതിയിലെ 12ാമത്തെ പിന്നാട്ടിൻ്റെ രീതിയിലുണ്ട്. കുഞ്ഞാട്ടിൻ്റെ
വിനതു എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിടും ആനന്ദം പാടിടും ശ്രീയേശുരാജൻ കുമാരേ. ആനന്ദം കൂടിടും ആനന്ദം പാടിടും ശ്രീയേശുരാജൻ കുമാരേ. ഉന്നാട്ടിന്റെ ഒരേ കാല ശുദ്ധനായി തീർന്നു. താജാങ്കിലെ ശുദ്ധരെ കാല ജയം പാടിടോ. മഹത്താൻ ജലാസുരിനീനക്കല്ലോ കേൾക്കുന്നേ നിന്നെ നീ വിടകോത്തതിന സുഖിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാടല്ല നന്ദിയോടടി വണങ്ങോ. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാടല്ല നന്ദിയോടടി വണങ്ങോ. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാടല്ല നന്ദിയോടടി വണങ്ങോ. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാടല്ല നന്ദിയോടടി വണങ്ങോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രക്തം ജയം രക്തം ജയം രക്തം ജയം നാടിന്റെ രക്തം ജയം രക്തം ജയം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രക്തം ജയം രക്തം ജയം രക്തം ജയം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവിൽ നമ്മളെ നിറച്ച കർത്താവിനെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്നേഹവാനും സ്വർഗസ്ഥ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, ഒരു സന്ധ്യാസമയം കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ അല്പസമയമായിരിക്കാൻ ഞങ്ങൾക്ക് തന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കൂടി വന്നിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. അവർ ഭാരത്താലും പ്രയാസത്താലും ഒക്കെയും കടന്നു വന്നിരിക്കുന്നുവെങ്കിലും കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. അവരുടെ ഭാരങ്ങളെല്ലാം മാറ്റാൻ കഴിവുള്ളവനായ ക്രിസ്തു ഇന്ന് കർത്താവേ സ്തോത്രം ഈ മധ്യത്തിൽ വന്നിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ കർത്താവേ സ്തോത്രം. ദൈവമേ ഈ ആലയവും പരിശ്രേഷ്ഠൻ്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ ദുഷ്ടൻ തൊടാത്തവണ്ണം കാത്തുകൊള്ളണമേ കർത്താവേ. 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് മധ്യത്തിൽ കടന്നു വന്നനായ യേശുവേ, ഇന്ന് ഈ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്ന യേശുവേ, ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. ദൈവമേദാസ് കർത്താവേ, കർത്താവിൻ്റെ ദാസന് കർത്താവേ ഹല്ലേലൂയ. വചനത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വചനത്തിൽ പറയുമ്പോൾ കർത്താവേ, പരിശുദ്ധാത്മാ നിറയാൽ ശക്തിയാൽ നിറഞ്ഞ കർത്താവെ പ്രവചിക്കുവാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ കർത്താവെ. ഇത്രത്തോളം ഞങ്ങളെ കരുതി ഞങ്ങളെ പരിപാലിച്ച ദൈവകൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളെ എണ്ണമറ്റ നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾ കേൾക്കുവാൻ കർത്താവെ ഞങ്ങൾ ഒരുങ്ങി വന്നിരിക്കുക കർത്താവെ. അതിനായി ഞങ്ങൾ കാത്തിരിക്കുക കർത്താവെ. ഇതിൻ്റെ മധ്യത്തിൽ കടന്നു വന്ന് കർത്താവെ ഞങ്ങളെല്ലാം അനുഗ്രഹിക്കുന്നതോർത്ത് സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ, ആത്മാവിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ മോണിച്ചനെയും കുടുംബമായ അവരുടെ മക്കളെയും കർത്താവെ കൊച്ചുമക്കളെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരായിരിക്കുന്ന സ്ഥാനത്തൊക്കെയും ദൈവമേ അവരെ കൃപയാൽ നിറയ്ക്കണമേ കർത്താവെ. ദുഷ്ടൻ തൊടാത്തവണ്ണം ദൈവമേ കാത്തുകൊള്ളണമേ കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. മാനവും മഹത്വപ്പച്ചൻ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. നമുക്കൊരു പാട്ടും കൂടെ പാടി കർത്താവിനെ ആരാധിക്കാം. 281 281. സീയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാതെന്ന ദൈവം കൂടെയുണ്ട്. സീയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട,
ദൈവം കൂടെയുണ്ട്. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹോവ ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹോവ ദൈവം കൂടെയുണ്ട്. രോഗിയായി ഞാൻ തളർന്നാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും, രോഗിയായി ഞാൻ ദേഹമെല്ലാം ക്ഷയിച്ചാലും, മാണികളാ മുറിവേറ്റാം പാണികളാൽ സുഖമേകും. പാണികളാൽ മുറിവേറ്റാം പാണികളാൽ സുഖമേകും. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹോവ ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി യാഹോവ ദൈവം കൂടെയുണ്ട്. വാഗ്ദത്തം മാറുകില്ല, വാഗ്ദത്തങ്ങൾ പാലിച്ചിടും. വാഗ്ദത്തങ്ങൾ പാലിച്ചിടും. ഇരുളിൽ താഴ്വരയിൽ കൂടെയുണ്ട് നല്ലിടയൻ. താഴ്വരയിൽ കൂടെയുണ്ട് നല്ലിടയൻ. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹോവ ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹോവ ദൈവം കൂടെയുണ്ട്.